ഒരു നർത്തകിയുടെ കത്തിയെരിയുന്ന വീടിന് നേരെ സാക്ഷാൽ മഹാദേവൻ ഭ്രാന്തമായി ഓടുന്നത് കണ്ട് പാർവതി ദേവി ഭയന്നുപോയി. ദേവി വിളിച്ചു പറഞ്ഞു, നിൽക്കൂ പ്രഭോ, അങ്ങൊരു പാപനഗരിയിൽ കാൽകുത്തുകയോ? അപ്പോൾ മഹാദേവൻ തിരിഞ്ഞു നോക്കി ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, ഗൗരി, ഇന്ന് അവൾ ആരാണെന്ന് നീ നോക്കേണ്ട. ആ തീയിൽ കത്തിയെരിയുന്നത് എന്റെ അസ്തിത്വമാണ്. ആരായിരുന്നു ലോകം പാപി എന്ന് വിളിച്ച ആ സ്ത്രീ? സാക്ഷാൽ വേദവ്യാസ മഹർഷി രചിച്ച പവിത്രമായ ശിവപുരാണത്തിലെ കോടിരുദ്ര സംഹിതയിലാണ് ഈ അത്ഭുത കഥ വിവരിച്ചിരിക്കുന്നത്. അവന്തിക നഗരിയിൽ മഹാനന്ദ എന്നൊരു നർത്തകി ജീവിച്ചിരുന്നു. സമൂഹം അവളെ മോശക്കാരിയായി മുദ്രകുത്തിയപ്പോഴും അവളുടെ ഹൃദയത്തിൽ മഹാദേവൻ മാത്രമായിരുന്നു. മഹാദേവനെ പൂജിക്കാതെ അവൾ കാലിൽ ചിലങ്ക പോലും കെട്ടിയിരുന്നില്ല. അവളുടെ ഈ അചഞ്ചലമായ ഭക്തിയെ പരീക്ഷിക്കാൻ ഒരു ദിവസം ഒരു ആഢ്യനായ വ്യാപാരിയുടെ വേഷത്തിൽ മഹാദേവൻ അവളുടെ കൊട്ടാരവാതിൽക്കലെത്തി. ആ വ്യാപാരി മഹാനന്ദയുടെ കൈകളിൽ തിളങ്ങുന്ന ഒരു ദിവ്യ ശിവലിംഗം ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മഹാനന്ദ, ഈ ശിവലിംഗം എന്റെ ജീവനാണ്. ഇതിൽ ഒരു ചെറിയ പോറൽ പോലും വീണാൽ ഞാൻ എന്റെ ജീവൻ കളയും. മഹാനന്ദ അത് സ്വന്തം ജീവനേക്കാൾ ഭദ്രമായി സൂക്ഷിച്ചു. പക്ഷേ അന്ന് രാത്രി വിധി അവളെ ക്രൂരമായി പരീക്ഷിച്ചു. ആരും വിചാരിക്കാതെ മഹാനന്ദയുടെ കൊട്ടാരത്തിന് ഭയങ്കരമായ തീ പിടിച്ചു. ആളുകൾ ജീവനും കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. മഹാനന്ദയും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. പക്ഷെ അപ്പോഴാണ് അവൾ ആ സത്യം ഓർത്തത്. മഹാദേവന്റെ ശിവലിംഗം അകത്ത് കത്തിയെരിയുകയാണ്. അകത്തേക്ക് പോകരുത്, നീ ചത്തുപോകും എന്ന് പറഞ്ഞ് ജനം അവളെ തടഞ്ഞു. പക്ഷെ മഹാനന്ദയുടെ കണ്ണുകളിൽ മരണഭയമായിരുന്നില്ല, ഭഗവാനോടുള്ള പ്രണയമായിരുന്നു. അവൾ മറ്റൊന്നും ചിന്തിക്കാതെ ആ ആളിപ്പടരുന്ന അഗ്നിയിലേക്ക് ചാടി. അവളുടെ ചർമ്മം കരിഞ്ഞു തുടങ്ങി, അസ്ഥികൾ കരിഞ്ഞു തകർന്നു. എന്നിട്ടും അവൾ ആ ശിവലിംഗത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ പൂർണ്ണമായി ചാരമാകാൻ തുടങ്ങിയ നിമിഷം ഭൂമിയെ നടുക്കിക്കൊണ്ട് സാക്ഷാൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ അവളെ കൈകളിൽ കോരിയെടുത്തു പറഞ്ഞു, ലോകത്തിന്റെ കണ്ണിൽ നീ ആരുമായിക്കൊള്ളട്ടെ മഹാനന്ദ, എന്നാൽ എന്റെ കണ്ണിൽ നീ ജാതിക്കും കുലത്തിനും അപ്പുറമുള്ള പവിത്രമായ ഭക്തിയാണ്. നീ കാലത്തിന്റെ മഹാകാലനായ ഈ ശിവന്റെ ഹൃദയത്തിൽ സ്ഥാനം നേടിയവളാണ്. ഇത് വെറുമൊരു കഥയല്ല. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലുള്ള ചരിത്രപ്രസിദ്ധമായ മഹാനന്ദേശ്വർ ക്ഷേത്രം ഇന്നും ഈ ഭക്തിയുടെ സാക്ഷ്യമായി നിലകൊള്ളുന്നു. അവിടുത്തെ പുരാതന ശിലകളിൽ മഹാനന്ദയുടെ ഈ കഥ കൊത്തിവെച്ചിട്ടുണ്ട്. ജാതിയോ തൊഴിലോ നോക്കിയല്ല, ശുദ്ധമായ ഭാവം നോക്കിയാണ് ഭഗവാൻ ഭക്തരെ സ്വീകരിക്കുന്നത് എന്നതിന് ഈ ക്ഷേത്രം ഒരു തെളിവാണ്. ഹര ഹര മഹാദേവ്.